സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സെലിബ്രിറ്റി കപ്പിൾസിന്റെ ഇടയിൽ പല പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഊഹാപോഹങ്ങൾ കടന്നു കളിക്കുന്നുണ്ടായിരുന്നു. ഈ ഓൺലൈൻ മീഡിയാസിന്റെ മെയിൻ പരിപാടിയാണ് ഇങ്ങനത്തെ കപ്പിൾസിനെ നോക്കി സെലക്ട് ചെയ്തിട്ട് അവരുടെ ഇടയിൽ ഇങ്ങനെ ആയിരിക്കാം, അവർ ഒരുമിച്ച് ഫോട്ടോ ഇട്ടിട്ടില്ലല്ലോ, അപ്പൊ എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ ഊഹിച്ച് പറയുന്ന ഒരു പരിപാടി. അങ്ങനത്തെ ഒരു ഫേക്ക് പരിപാടിയാവുന്ന വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ ഒഫീഷ്യലി ആ കപ്പിൾസ് തന്നെ അത് കൺഫേം ചെയ്തിട്ട് സ്റ്റോറീസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ജീവ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. അതുപോലെ ആങ്കറിങ് പരിപാടികളൊക്കെ ചെയ്യുന്ന നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യൻ. പുള്ളിയുടെ വൈഫ് അപർണ, ഇവർ ഒരുമിച്ചുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ ഒരു ടൈമിൽ ഭയങ്കര രസമായിരുന്നു, കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും നല്ലൊരു കപ്പിൾസ് ആയിരുന്നു. ഏകദേശം 10 വർഷത്തിന്റെ മുകളിൽ അവർ ഒരുമിച്ച് ജീവിച്ചു. ഇപ്പൊ അവർ പിരിയാൻ തീരുമാനിച്ചു. അത് കാരണങ്ങൾ എന്തുമായിരിക്കാം, അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്റർ. പക്ഷെ അവർ പിരിയുന്നത് മീഡിയാസിനൊക്കെ ഒരു ന്യൂസാണ്. പണ്ടത്തെ അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് അതിന്റെ കട്ടിങ്സ് ഒക്കെ കാണിച്ച് പണ്ട് ഇവർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ കാണിക്കുന്ന തരത്തിൽ റീൽസ് ഒക്കെ ഇപ്പൊ കടന്ന് കളിക്കുന്നുണ്ട്. സംഭവം ഒരു ഷോക്കിങ് തന്നെയാണ്. കാരണം നല്ലൊരു കപ്പിൾസ് ആയിരുന്നു. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇൻസ്റ്റാഗ്രാം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയിരുന്നവരാണ്. എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം, പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിരിയുന്നത് തന്നെയാണ് നല്ലത്. രണ്ടുപേരുടെ ലൈഫിനെയും ബാധിക്കാത്ത തരത്തിൽ നല്ല രീതിക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആ ബോണ്ടിങ് നഷ്ടപ്പെട്ടിട്ട് വീണ്ടും വെറുതെ ഒരുമിച്ച് ജീവിച്ച് രണ്ടുപേർക്കും അതൊരു മാനസിക ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ പിരിയുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ സെലിബ്രിറ്റീസ് ആകുമ്പോൾ അത് ന്യൂസാവും, ചർച്ചയാവും. പേഴ്സണൽ മാറ്ററൊക്കെ ആണെങ്കിൽ കൂടി ഇത് ചർച്ചാ വിഷയം തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും എന്നുള്ള ക്യൂരിയോസിറ്റി ഉള്ള ജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അവരും സാധാരണ മനുഷ്യരാണ്, അവരുടെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ അത് സോഷ്യൽ മീഡിയയിൽ കൊടുന്നിട്ടിട്ട് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റം പറയലും പരിപാടിയൊന്നും അവർ ചെയ്തില്ല. അത് കാരണങ്ങളൊക്കെ അവരുടെ പേഴ്സണൽ മാറ്ററാണ്. ഈ ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള റീൽസുകളിലും അതുപോലെ ഈ ഷോസിലൊക്കെ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും ഒരു കപ്പിൾസിന്റെ റിയൽ ലൈഫ് ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പലരും അതൊരു ഫാന്റസി ആയിട്ടാണ് വിചാരിക്കുന്നത്. കാരണം അവരെന്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്നത്, നമുക്ക് മാത്രം എന്താ പ്രശ്നങ്ങൾ? അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഡിവോഴ്സ് ഒക്കെ ഇപ്പോൾ ഒരു നോർമലൈസ് ചെയ്ത് വരുന്ന സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വലിയ അപകടം പിടിച്ച സംഭവമൊന്നുമല്ല. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് ഓക്കെ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിരിയുക, അതിൽ തെറ്റൊന്നുമില്ല. പിരിയാതെ വീർപ്പ് മുട്ടിയിട്ട് അവസാനം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിനെക്കാട്ടും നല്ലത് ഇത് തന്നെയാണ്. എന്തായാലും രണ്ടുപേരും ഇനി അവരവരുടെ ലൈഫായിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയട്ടെ. ഇതിനെ കൂടുതൽ ഡീപ്പായിട്ട് ഊഹാഭോഗങ്ങളിലേക്കൊന്നും ആരും പോവാതിരിക്കട്ടെ. അത് അവരുടെ പേഴ്സണൽ മാറ്ററാണ്. അവർക്ക് കേട്ടാവുന്ന തരത്തിൽ ആരും വീഡിയോ ചെയ്തിട്ട് ഇത് അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നും പറഞ്ഞ് ഇറങ്ങാതിരുന്നാൽ മതി ഇനി.